കേരളത്തിലെ ആയുർവേദ ഔഷധ നിർമ്മാണ മേഖലയിൽ തനതായ സ്ഥാനം നേടിയ ഒരു സ്ഥാപനമാണ് പങ്കജ കസ്തൂരി ഹെർബൽസ്. പരമ്പരാഗതമായ അറിവും ആധുനിക ശാസ്ത്രീയ ഗവേഷണവും സംയോജിപ്പിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചുകൊണ്ടാണ് ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ഈ സ്ഥാപനത്തെ വളർത്തിയെടുത്തത്. എന്നാൽ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ കടുത്ത മത്സരങ്ങൾ, നിയമപരമായ വെല്ലുവിളികൾ, പൊതുജനങ്ങളുടെ സംശയങ്ങൾ, ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ തുടങ്ങിയ നിരവധി കഠിനമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു ചെറുകിട സംരംഭത്തിൽ നിന്ന് വൻകിട കമ്പനിയായി വളരുന്നതിനിടയിൽ പങ്കജ കസ്തൂരി നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പരിശോധിക്കാം. ഒരു സാധാരണക്കാരനിൽ നിന്ന് പത്മശ്രീ ജേതാവിലേക്കുള്ള ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായരുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 1988 തിരുവനന്തപുരത്തെ പൂവാച്ചലിൽ ശ്രീ ധന്വന്തരി ആയുർവേദിക്സ് എന്ന പേരിൽ ഒരു ചെറിയ സ്ഥാപനമായാണ് അദ്ദേഹം തുടക്കമിട്ടത്. 50,000 രൂപ കടമെടുത്ത് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ആദ്യകാലങ്ങളിൽ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത് മുതൽ ഡോക്ടർമാർക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതുവരെ ഒറ്റയ്ക്ക് ഒരു സൈക്കിളിൽ സഞ്ചരിച്ചായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എന്നാൽ അക്കാലത്തെ ആയുർവേദ ഡോക്ടർമാർക്കിടയിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മരുന്നുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയില്ല. ഇത് അദ്ദേഹത്തെ പരമ്പരാഗതമല്ലാത്ത ഒരു വഴിയിലേക്ക് നയിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നേരിട്ട് വിൽക്കാവുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ഇത് അക്കാലത്ത് കേരളത്തിൽ ഒരു ആയുർവേദ മരുന്ന് നിർമ്മാതാവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പങ്കജ കസ്തൂരിയെ വളർത്തിയെടുത്തത്. 1996 അമ്മയുടെയും മകളുടെയും പേരുകൾ ചേർത്ത് പങ്കജ കസ്തൂരി എന്ന ബ്രാൻഡ് പിറന്നു. ഓർത്തോ ഹെർബ്, ബ്രീത്ത് ഈസി പോലുള്ള ഉൽപ്പന്നങ്ങളിലൂടെ ഈ ബ്രാൻഡ് സാധാരണക്കാർക്കിടയിൽ പരിചിതമായി. പങ്കജ കസ്തൂരി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് നിയമപരമായ തർക്കങ്ങളായിരുന്നു, പ്രത്യേകിച്ച് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട്. ആയുർവേദ ഔഷധങ്ങളുടെ പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 റൂൾ 170 ആണ് ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ആയുർവേദ, സിദ്ധ, യുനാനി മരുന്നുകളുടെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമാക്കുന്ന നിയമമാണ് റൂൾ 170. 2025 ജനുവരിയിൽ പങ്കജ കസ്തൂരി ഹെർബൽസ് ഒരു പത്രത്തിൽ ഓർത്തോ ഹെർബ് ടാബ്ലറ്റിന്റെയും ഓയിലിന്റെയും പരസ്യം നൽകിയത് വലിയ വിവാദമായി. ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ മരുന്നിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു ഈ പരസ്യം. മരുന്ന് കഴിച്ചാൽ കാൽമുട്ട് വേദനയും ചലനശേഷി കുറവും മാറുമെന്നായിരുന്നു പരസ്യത്തിലെ വാചകങ്ങൾ. RTI പ്രവർത്തകനായ ഡോക്ടർ KV ബാബു ഈ പരസ്യം റൂൾ 170യുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രഗ്സ് കൺട്രോളർക്ക് പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഡ്രഗ് ലൈസൻസിംഗ് അതോറിറ്റി പങ്കജ കസ്തൂരിക്ക് താക്കീത് നൽകി. റൂൾ 170 പുനഃസ്ഥാപിച്ച ശേഷം രാജ്യത്തെ ഒരു കമ്പനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ താക്കീതായിരുന്നു ഇത്. 2018 കൊണ്ടുവന്ന ഈ നിയമം 2019 മുംബൈ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ 2024 ഓഗസ്റ്റ് 27 സുപ്രീം കോടതി റൂൾ 170 പുനഃസ്ഥാപിച്ചു. അതിനുശേഷവും മുൻകൂർ അനുമതിയില്ലാതെ പരസ്യം നൽകിയതാണ് കമ്പനിക്ക് തിരിച്ചടിയായത്. പരസ്യം തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഉൽപാദന ലൈസൻസ് റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത് പങ്കജ കസ്തൂരിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കി. ഈ സംഭവം ആയുർവേദ വ്യവസായ മേഖലയിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറി. ആയുർവേദ മരുന്ന് നിർമ്മാതാക്കൾ പരസ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകത ഇത് ബോധ്യപ്പെടുത്തി. COVID-19 മഹാമാരിയുടെ സമയത്ത് പങ്കജ കസ്തൂരി വികസിപ്പിച്ചെടുത്ത സിംഗിവിർ H എന്ന ഉൽപ്പന്നം വലിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും അത് മറ്റൊരു വിവാദത്തിന് കാരണമായി. COVID-19 പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഈ മരുന്നിന് ശേഷിയുണ്ടെന്ന് കമ്പനി അവകാശപ്പെട്ടു. 116 രോഗികളിൽ നടത്തിയ ക്ലിനിക്കൽ ട്രയലിൽ 5 ദിവസത്തിനുള്ളിൽ രോഗികൾക്ക് നെഗറ്റീവ് ഫലം ലഭിച്ചുവെന്ന് കമ്പനി അറിയിച്ചു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മരുന്നിന് അംഗീകാരം ലഭിക്കുന്നതിനായി കമ്പനി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തെ സമീപിച്ചു. എന്നാൽ അക്കാലത്ത് കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട ആയുർവേദ മരുന്നുകളുടെ അംഗീകാരം ലഭിക്കുന്നതിന് കർശനമായ വ്യവസ്ഥകൾ നിലനിന്നിരുന്നു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ശാസ്ത്രീയമായി വിലയിരുത്താനും അന്തിമ അംഗീകാരം നൽകാനുമുള്ള അധികാരം കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിനായിരുന്നു. പങ്കജ കസ്തൂരി നടത്തിയ ക്ലിനിക്കൽ പരിശോധനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും സയൻസ് ജേണലുകളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് മരുന്നിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് ഒരു ധാരണ നൽകിയെങ്കിലും ഔദ്യോഗികമായി ഒരു കോവിഡ് മരുന്നായി ഇതിന് അംഗീകാരം ലഭിച്ചില്ല. ഇത് കമ്പനിക്ക് വലിയ തിരിച്ചടിയായി. ഒരു വശത്ത് ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കുമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും സർക്കാർ അംഗീകാരം ലഭിക്കാത്തത് കമ്പനിയുടെ സാമ്പത്തിക ഭാവിക്കും പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിച്ചു. മറുവശത്ത് ഈ ഉൽപ്പന്നം കോവിഡിന് ഔഷധമാണെന്ന പ്രചാരണം സാധാരണക്കാർക്കിടയിൽ സംശയങ്ങൾക്ക് ഇടയാക്കി. മരുന്നിന് അംഗീകാരം നൽകുന്നതിലുള്ള സർക്കാർ കാലതാമസം ആയുർവേദ രംഗത്തെ സംരംഭകർ നേരിടുന്ന മറ്റൊരു യാഥാർത്ഥ്യമായി വിലയിരുത്തപ്പെട്ടു.
ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കളാണ്. പങ്കജ കസ്തൂരിക്ക് ഈ വിഷയത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഉൽപാദനം വർദ്ധിച്ചതോടെ ആവശ്യമായ അളവിൽ ഔഷധ സസ്യങ്ങൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായി. പശ്ചിമഘട്ടത്തിലെ വനമേഖലകളെയാണ് അവർ പ്രധാനമായും ഔഷധ സസ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത്. എന്നാൽ വർദ്ധിച്ച ആവശ്യം കാരണം ഈ സസ്യങ്ങൾ അന്യം നിന്നു പോകുന്ന അവസ്ഥയിലായി. ജീവകം, ഋഷഭകം തുടങ്ങിയ ചില ഔഷധ സസ്യങ്ങൾ ലഭ്യമല്ലാതായതോടെ ഉൽപാദനം നിലനിർത്താൻ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വന്നു. അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. ഗുണനിലവാരമില്ലാത്ത സസ്യങ്ങൾ ഉപയോഗിച്ചാൽ മരുന്നിന്റെ ഫലപ്രാപ്തി കുറയും. ഇത് ഒഴിവാക്കാൻ പരമ്പരാഗതമായി ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരെ ആശ്രയിക്കുകയായിരുന്നു പങ്കജ കസ്തൂരി. എന്നിരുന്നാലും വലിയ തോതിലുള്ള ഉൽപാദനത്തിന് ഇത് പര്യാപ്തമായിരുന്നില്ല. ഈ വെല്ലുവിളികളെ നേരിടാൻ ഒരു സംഘം ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കർശനമായ പരിശോധനകൾ നടത്തി. എങ്കിലും ഈ പ്രശ്നം ആയുർവേദ മേഖലയിലെ എല്ലാ കമ്പനികളും നേരിടുന്ന ഒരു പ്രധാന യാഥാർത്ഥ്യമാണ്. പങ്കജ കസ്തൂരി ഹെർബൽസ് വളർന്നു വന്നത് കടുത്ത മത്സരങ്ങളുടെ നടുവിലാണ്. ഡാബർ, ഹിമാലയ, വൈദ്യനാഥ്, സണ്ടു തുടങ്ങിയ വൻകിട കമ്പനികൾ ഇന്ത്യൻ ആയുർവേദ മാർക്കറ്റിന്റെ 85% കൈവശം വെച്ചിരിക്കുന്നു. ഈ ഭീമൻ കമ്പനികളോട് മത്സരിച്ച് മുന്നേറുക എന്നത് ഒരു ചെറിയ സ്ഥാപനത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ പ്രാദേശികമായ ഒരു ബ്രാൻഡായിരുന്ന പങ്കജ കസ്തൂരി പിന്നീട് ദേശീയ തലത്തിലേക്ക് വളർന്നു. ഈ വളർച്ച കമ്പനിയുടെ സാമ്പത്തിക ഘടനയിലും പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം ഏകദേശം 69.3 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ വളർച്ച പരിശോധിക്കുമ്പോൾ -30% എന്ന പ്രതികൂലമായ വളർച്ചാ നിരക്കാണ് കാണിക്കുന്നത്. ഇത് കടുത്ത മത്സരം, കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ, പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിലെ വെല്ലുവിളികൾ എന്നിവയുടെ സൂചനയാണ് നൽകുന്നത്. ഈ വെല്ലുവിളികളെ നേരിടാൻ കമ്പനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. തങ്ങളുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക, ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയുമായി സഹകരിച്ച് ഓൺലൈൻ വിൽപ്പന വർദ്ധിപ്പിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് യുവതലമുറയെ ആകർഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എങ്കിലും വൻകിട കമ്പനികളോട് മത്സരിച്ച് നിലനിൽക്കുക എന്നത് ഇപ്പോഴും പങ്കജ കസ്തൂരിക്ക് ഒരു വെല്ലുവിളിയാണ്. ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമായി വളരുമ്പോൾ ഉണ്ടാകുന്ന ഭരണപരമായ ബുദ്ധിമുട്ടുകളും പങ്കജ കസ്തൂരിക്ക് നേരിടേണ്ടി വന്നു. ഉദാഹരണത്തിന്, വിവിധ തരം ജീവനക്കാരെയും അവരുടെ ജോലിയെയും കൈകാര്യം ചെയ്യുക എന്നത് ഒരു വലിയ പ്രശ്നമായി മാറി. ഉൽപാദന യൂണിറ്റിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികൾ മുതൽ ഹോസ്പിറ്റലിലെയും മെഡിക്കൽ കോളേജിലെയും വിദഗ്ധരായ ഡോക്ടർമാർ വരെ പലതരം ജീവനക്കാരുള്ള ഒരു വലിയ സ്ഥാപനമായി പങ്കജ കസ്തൂരി വളർന്നു. ഇത്തരം വ്യത്യസ്തമായ ആവശ്യകതകളെ തൃപ്തിപ്പെടുത്താൻ സാധാരണ HR സംവിധാനങ്ങൾ മതിയാവില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്പനി സ്കിസിൽ HR പോലുള്ള ആധുനിക സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും എല്ലാ വിഭാഗം ജീവനക്കാരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാനും സഹായിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉൽപാദനവും വിതരണവും കാര്യക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ കമ്പനിയുടെ വളർച്ചയിൽ ഒരു നിർണായക ഘടകമായി. എങ്കിലും ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ പരിശ്രമം ആവശ്യമായിരുന്നു. പങ്കജ കസ്തൂരി ഹെർബൽസിന്റെ ചരിത്രം ആയുർവേദ മേഖലയിലെ ഒരു വിജയഗാഥ എന്നതിലുപരി ഒരു സംരംഭകൻ അതിജീവനത്തിനായി നടത്തിയ കഠിനമായ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ്. ഗവേഷണത്തിലും സാമൂഹിക സേവനത്തിലും ഊന്നൽ നൽകി ഈ സ്ഥാപനം തങ്ങളുടെ പ്രസക്തി നിലനിർത്തുന്നു. അനാഥാലയങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയോ സൗജന്യ ചികിത്സ നൽകുന്ന സംവിധാനങ്ങളോ ആകട്ടെ, ഒരു വാണിജ്യ സ്ഥാപനം എന്നതിനപ്പുറം സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനമായി നിലനിൽക്കാൻ അവർ ശ്രമിക്കുന്നു. പങ്കജ കസ്തൂരിയുടെ കഥ ഒരു ആയുർവേദ ഉൽപാദന കമ്പനിയുടെ മാത്രം കഥയല്ല, മറിച്ച് ഇന്ത്യയിലെ ഒരു പരമ്പരാഗത വ്യവസായം ആധുനിക കാലത്തെ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.